ലഹരിക്കെതിരായിട്ട് കുഞ്ഞുങ്ങളെ കൊച്ചിലെ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ. ഒപ്പം നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ഇതിനുവേണ്ടി ലഹരി വിരുദ്ധ എങ്ങനെയാക്കാമെന്നുള്ള ക്ലാസ്സുകൾ ഒരു പീരീഡ് തന്നെ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത് നമുക്കറിയാം. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അവൻ ആദ്യം ഡിമാൻഡ് ചെയ്യുന്നത് ബൈക്കാണ്. പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ബൈക്ക് എടുത്ത് ചീരിപ്പാഞ്ഞു പോകും. ചിലപ്പം അതോടുകൂടി ഒരു 2 മാസം കഴിയുമ്പോൾ പിന്നെ ആളെ കാണാതെ വരും. പിന്നെ തന്നെ നമുക്കറിയാം മുറികളൊക്കെ ഒരുപാടുള്ള വീടുക. പണ്ടൊക്കെ ഒരു മുറി 2 മുറിയേ ഉള്ളൂ. ഗേൾസൊക്കെ ഒരു മുറിയിലാണ് കിടക്കുന്നത്. ഇന്നെല്ലാവർക്കും ഓരോ മുറിയാണ്. അതിനകത്ത് കയറി കഥ വെച്ചാൽ അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. രാവിലെ തുറന്ന കണ്ണുമൊക്കെ ആയിട്ട് വരുമ്പോൾ എന്ത് പറ്റി പഠിക്കാനായിരിക്കും എന്നാണ് നമ്മൾ പേരൻസ് ചിന്തിക്കുന്നത്. അതൊന്നുമല്ല. പിന്നെ ഞാൻ ഈ റോഡിൽ നടന്നു പോയപ്പോഴത്തേക്ക് രാവിലെ നടക്കാൻ പോയതാ. ഒരാൾ ചുമ്മാ ഒരു പയ്യൻ 18-19 വയസ്സുള്ള ഒരു പയ്യൻ. ഞാനിപ്പോൾ വളരെ ശ്രദ്ധിക്കും ഇങ്ങനെയുള്ള ലഹരിയൊക്കെ ഉള്ളതുകൊണ്ട്. നല്ല ചിരിച്ചോണ്ട് പോകുന്ന എവിടെയൊക്കെയോ നോക്കി ചിരിച്ചോണ്ട് പോകുന്ന ഒരവസ്ഥ. ഈയിടയിൽ നമുക്ക് പത്രത്തിൽ വന്ന ഒരു വാർത്ത എന്താണ്, മോനെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ കാണിക്കുമ്പോൾ ആ പേരൻസ് വിചാരിച്ചതിന് ഇവര് വട്ടെന്തോ ആണെന്ന് പറഞ്ഞ് ഉളവാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നീടാണ് അറിഞ്ഞത് ഇത് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ നടക്കുന്നത്. അതിന് വട്ടവും അല്ല എന്നുള്ളത്. ഈ ലഹരിയുടെ പിന്നിൽ പോകുന്ന എത്ര കൊലപാതകങ്ങൾ. ഒരു അമ്മ എന്നോട് പറഞ്ഞതാ, എനിക്ക് അപ്പനില്ലാത്ത ഒരു അമ്മ എന്നോട് പറഞ്ഞതാ, എനിക്ക് മയക്കുമരുന്നിനടിമ, എനിക്ക് വീട്ടിൽ ചെല്ലാൻ പേടിയാണ്. മാതാപിതാക്കൾക്ക് പോലും വീട്ടില് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ്. അപ്പം ഇതിനെതിരായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പഞ്ചായത്തായാലും കൗൺസിലറായാലും ഓരോരുത്തരും ഉണ്ടല്ലോ, അവര് ആ നാട്ടില് ഒരു കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ച് ബോധവൽക്കരണം അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ സ്കൂളില് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ തലമുറ, അടുത്ത തലമുറയാണ് ഈ വരുന്നത്. അവര് നമ്മൾ എന്തെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടവരാണ്. അവരിങ്ങനെ നശിച്ചു പോകാതെ ഇതിനെതിരായിട്ട് നമ്മളെല്ലാവരും കാഴ്ചപ്പാട് ഉണ്ടാകണം. പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. അവർ വരുമ്പോഴും പോകുമ്പോഴും ഇവരുടെ ഭാര്യയിനകത്ത് എന്തെങ്കിലും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം ഒക്കെയാണ് നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാഹകരായിട്ടാണ് പോകുന്നത്. കാര്യം പെൺകുട്ടികളെ ആരും അതിനൊന്ന് ചെക്ക് ചെയ്യാത്തതുകൊണ്ട് ഇതിലേക്ക് അവരെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ DJ പാർട്ടീസ്, അവിടെയൊക്കെയാണ് ഇതിന്റെ ഉപയോഗം വരുന്നത്. DJ പാർട്ടീസിൽ ഇപ്പോൾ കേട്ടിട്ടേ ഉള്ളൂ, നിയമ പോലെ ഇങ്ങനെ ഈ പഞ്ചസാര രൂപത്തിലേക്ക് 2 കഷ്ണം കുഞ്ഞു കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് അഡിക്റ്റായി. പിറ്റേ ദിവസം ആ സമയത്ത് നമുക്കത് വേണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവരറിയാതെ, പെൺകുട്ടികൾ അറിയാതെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അറിയാതെ തന്നെ ഇത് കഴിച്ച് അവരെ അതിലേക്ക് ആകർഷിക്കുകയാണ്. എന്തായാലും സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെയുള്ള നല്ല ബോധവൽക്കരണ കാര്യങ്ങൾ ചെയ്യണം. ജന്മഭൂമി പത്രം വളരെ നല്ല സരസമായിട്ട് പോകുന്ന ഒരു പത്രമാണ്. ഇങ്ങനെ ഒരു കാര്യം ഈ 50ാം വർഷം സംഘടിപ്പിച്ച ജന്മഭൂമിയോട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.